ഹലോ ഗൈസ്, നമുക്കൊരു സ്മോൾ ഫാമിലി ട്രിപ്പ് പോയാലോ? എങ്ങോട്ടേക്കാന്ന് വഴിയെ പറയാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടൽ ശരവണ ഭവനിൽ നിർത്തി. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ദോശ നല്ല ക്രിസ്പി ആൻഡ് ഫ്ലേവർഫുൾ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നമ്മളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ബൈ 11:30 നമ്മൾ ഡെസ്റ്റിനേഷൻ റീച്ച് ആയി കേട്ടോ. കണ്ടില്ലേ നമ്മളെ കുഞ്ഞുവാവ അവളുടെ ലഗേജസ് ഒക്കെ എടുത്തു പോകുന്നത്. നമ്മൾ പോയത് വേറെ എവിടെയുമല്ല, ബോട്ട് ഹൗസിലാണ്. അപ്പോൾ നമ്മൾ പോയത് ആലപ്പിയിലാണ് കേട്ടോ. മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഫോൺ ചെയ്ത് പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. ആൻഡ് വി ബുക്ക് ഫോർ എ 4-bedroom ബോട്ട് ഹൗസ്. പോയ ഉടനെ കുടിക്കാനായിട്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി കേട്ടോ. 4 bedrooms ആയിരുന്നു. ബെഡ്റൂംസ് ഒക്കെ അത്യാവശ്യം നല്ല ഹൈജീനിക്കും നല്ല ക്ലീനും ആൻഡ് വെരി ബ്യൂട്ടിഫുൾ റൂംസ് ആയിരുന്നു. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയി നമ്മൾ അവിടെ സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം അപ്സ്റ്റേഴ്സിൽ പോയി. അപ്സ്റ്റേഴ്സിലായിരുന്നു അത് 2 bedroom ആൻഡ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാൾ നല്ല സ്പേഷ്യസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും പിന്നെ അവിടെ ഒരു സ്മോൾ ബാൽക്കണി സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് അവിടെ നിന്നിട്ട് നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റി ആയിരുന്നു. അങ്ങനെ നമ്മളെ ബോട്ട് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കാണാൻ നല്ല അടിപൊളി വ്യൂസ് ആണ്. അതായത് വേറെ കുറേ ബോട്ട് ഹൗസ് ഉണ്ടായിരുന്നു, വേറെ പല പല ടൈപ്പ് ബോട്ട് ഹൗസും പിന്നെ സ്പീഡ് ബോട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മളും സ്പീഡ് ബോട്ടിൽ പോയായിരുന്നു. സോ ഇറ്റ് വിൽ കോസ്റ്റ് യു 300 per head. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വളരെ എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ഒരു ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മീൻ വാങ്ങാം കേട്ടോ. ബട്ട് ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. സോ നമ്മൾ ഫിഷ് ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. അതിനുശേഷം നമ്മൾ ബോട്ടിൽ പിന്നെയും തിരിച്ചു കയറി പിന്നെയും ദ ജേർണി സ്റ്റാർട്ടഡ്. ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലഞ്ച് ടൈം ആയപ്പോഴത്തേനും കഴിക്കാനായിട്ട് വൈറ്റ് റൈസും സാലഡും പിന്നെ ബീൻസും ക്യാരറ്റും ഇട്ട ഒരു തോരനും പിന്നെ ക്യാബേജ് തോരൻ ആൻഡ് സാമ്പാർ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മളുടെ കരിമീൻ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ പപ്പടവും മോരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടി നമ്മൾ അടിപൊളി ഫുഡ് കഴിച്ചു. ഫുഡിന്റെ റിവ്യൂ പറയണമെങ്കിൽ നോട്ട് ഓക്കെ കേട്ടോ. അടിപൊളിയാന്ന് പറയാൻ പറ്റൂല, ബട്ട് ഇറ്റ് വാസ് നോട്ട് ബാഡ്. പിന്നെ അവിടെ നമ്മൾക്ക് മൈക്കും സ്പീക്കറും സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് എ വെരി ഗുഡ് ഫാമിലി ടൈം. എല്ലാവരും അവിടെ ഡാൻസിങ്ങും സിംഗിങ്ങും മിമിക്രിയും അങ്ങനെ കുറേ എൻജോയ് ചെയ്തു. അപ്പോഴത്തേനും ഈവനിങ് ആയി. ഈവനിങ് ഞങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കിട്ടിയത് ചായയും പിന്നെ പഴംപൊരിയും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് കള്ളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ആ കള്ളിനെ കുടിച്ചു. നല്ല സ്വീറ്റ് കള്ളായിരുന്നു കേട്ടോ. കുടിച്ചത് ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പിന്നെയും രാത്രി ഡിന്നർ ടൈം ആയപ്പോഴത്തേനും ഡിന്നറിന് വൈറ്റ് റൈസും ചപ്പാത്തിയും പിന്നെ ആലു ആൻഡ് ലേഡീസ് ഫിംഗറും ഇട്ട ഒരു കറിയും പിന്നെ ദാൽ ആൻഡ് ചിക്കൻ കറി ആയിരുന്നു. കമ്പയർഡ് ടു ലഞ്ച് ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റതിന് ശേഷം ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു. ദോശ, ചമ്മന്തി, സാമ്പാർ പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുടനെ നമ്മളുടെ ബോട്ട് തിരിച്ച് നമ്മൾ എവിടെ കയറിയോ അവിടെ വന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളുടെ സ്മോൾ ട്രിപ്പ് ഉണ്ടായി കേട്ടോ. താങ്ക് യു.